PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് മാത്രമല്ല കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും ചോദിക്കുന്ന അക്കൗണ്ടൻസിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടേമുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്യുന്ന കുറച്ച് ടേമുകൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അൺഏൺഡ് ഇൻകം മുതലായവ. ഇതൊക്കെ എന്താണെന്ന് പഠിക്കണം. ഇതിൻ്റെ ജേണൽ എൻട്രീസ്, ഫൈനൽ അക്കൗണ്ട്സിൽ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ കാണിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യത്തേത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആർ എക്സ്പെൻസസ് വിച്ച് ആർ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അത് ഡ്യൂ ആയതാണ്, കൊടുക്കാനുള്ളതാണ്, പക്ഷേ കൊടുത്തിട്ടില്ല. ഇതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ വേജസ് കൊടുക്കാനുണ്ട്, ഇതുവരെ കൊടുത്തിട്ടില്ല. സാലറീസ്, റെൻറ്റ്, സ്റ്റേഷനറി, ഇലക്ട്രിസിറ്റി ചാർജസ്, ഇതെല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസിൽ വരാവുന്നതാണ്. ഇതിൻ്റെ ഒരു അക്കൗണ്ടിംഗ് പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാൽ, ആസ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് റിലേറ്റ്സ് വിത്ത് കറൻറ്റ് ഇയർ ദേ ഷുഡ് ബി ആഡഡ് വിത്ത് ദ എമൗണ്ട് ഓൾറെഡി ആൻഡ് അണ്ടർ ദ സെയിം ഹെഡ് ഇൻ ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഷോൺ ആസ് എ ലയബിലിറ്റി ഇൻ ദി ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് കറസ്പോണ്ടിങ് ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഫോർ എക്സാമ്പിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ആണ് എങ്കിൽ വേജസ് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസും കൂടെ കൂട്ടിയിട്ട് വേണം ആ ഒരു എമൗണ്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് എക്സ്പെൻസസും റൈറ്റ് സൈഡ് ഇൻകവുമാണ് കാണിക്കുന്നത്. അതുപോലെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. കൊടുക്കാനുള്ളതാണ്, കൊടുത്തിട്ടില്ല, അത് ലയബിലിറ്റിയാണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നാണ്. ഉദാഹരണം, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഇങ്ങനെയാണ് എൻട്രി വരുന്നത്. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇത് അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ്. Prepaid expenses are those expenses which have been paid in advance and whose benefits are available in future. It can be also represented as unexpaid expenses because the benefit of such expenses do not end within the current year. ഈ വർഷവും അടുത്ത വർഷവും കൊടുക്കേണ്ട എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. കറണ്ട് ഇയറിൽ മാത്രമല്ല, തൊട്ടടുത്ത വർഷവും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയേക്കാം. ഇത്തരം എക്സ്പെൻസസ്, ഇതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് കറസ്പോണ്ടിങ് ഐറ്റത്തിൻ്റെ കൂടെ കൂട്ടിയാണ് കാണിക്കുന്നത്. എന്നാൽ ഇത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആ കറസ്പോണ്ടിങ് ഐറ്റത്തിൽ നിന്ന് കുറച്ചാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഇത് അസറ്റാണ്, അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡെറ്റ് ടു എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് ഡ്യൂ ബട്ട് ആർ പെയ്ഡ് ഈസ് കോൾഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഡ്യൂ ആയിട്ടില്ല, അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, ഇതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അടുത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്ന് വെച്ചാൽ ഈ കറണ്ട് ഇയറിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഇൻകമാണ്, പക്ഷേ ഈ ഒരു വർഷാവസാനമായിട്ടും അത് കിട്ടിയിട്ടില്ല. ഇതിനെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്ന് പറയുന്നത്. ദ ഇൻകം വിച്ച് ആർ ഏൺഡ് ഡ്യൂറിംഗ് ദ കറന്റ് അക്കൗണ്ടിംഗ് ഇയർ ബട്ട് ഹാവ് നോട്ട് ബീൻ ആക്ച്വലി റിസീവ്ഡ് ബൈ ദി എൻഡ് ഓഫ് ദ സെയിം ഇയർ. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകത്തിനെയാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു ടേം ആയിരിക്കും കൂടുതലും കേട്ടിട്ടുണ്ടാവുക. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകത്തിന് പറയുന്ന മറ്റൊരു പേരാണ് അക്രൂഡ് ഇൻകം. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റ് ടു ഇൻകം അക്കൗണ്ട്. അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റ് ടു ഇൻകം അക്കൗണ്ട് എന്നാണ് ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡ് ഇൻകമാണ്. റൈറ്റ് സൈഡിൽ കറസ്പോണ്ടിങ് ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് വേണം കാണിക്കാൻ. വരുന്ന വർഷങ്ങളിൽ കിട്ടുന്ന ഇൻകമാണ്, അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. അതുകൊണ്ട്
ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം കാണിക്കേണ്ടത്. ഒന്നും കൂടി പറയാം. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ദി അക്കൗണ്ടിംഗ് ഇയർ ഈസ് കോൾഡ് അക്രൂഡ് ഇൻകം ഓർ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ഷുഡ് ബി ആഡഡ് വിത്ത് ദ കൺസേൺഡ് ഇൻകം. അക്രൂഡ് ഇൻകം ഷുഡ് ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണിത് കാണിക്കേണ്ടത്. അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് ഇൻകം റിസീവ് ചെയ്തു. Income received in advance means such a portion of subsequent year's income which is received during the year and doesn't relate with the year in which the accounts were prepared. ഒരു ടോട്ടലായിട്ടൊരു എമൗണ്ട് റിസീവ് ചെയ്തു, അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു വർഷവുമായിട്ട് ബന്ധമുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു 3 വർഷത്തെ കോഴ്സിന് വേണ്ടി ചേരുകയാണ്. ഓരോ വർഷവും 5,000 ആണ് ഫീസ്. നമ്മൾ ഒരു 15,000 അഡ്മിഷൻ ടൈമിൽ തന്നെ കൊടുത്തു. 3 വർഷത്തേക്കുള്ള ഫീസാണ്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അത് 3 വർഷത്തെയും ഒന്നിച്ച് കിട്ടിയതാണ്. അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു വർഷം കിട്ടിയതാണ്. അതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അൺഎക്സ്പെയർഡ് ഓർ അൺഏൺഡ് ഇൻകം ബിക്കോസ് ദ ബെനിഫിറ്റ് ഓഫ് സച്ച് ഇൻകം ഈസ് നോട്ട് വിത്ത് ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് റിസീവ്ഡ്. ഈ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിന് പറയുന്ന മറ്റ് പേരുകൾ അൺഎക്സ്പെയർഡ് ഇൻകം ഓർ അൺഏൺഡ് ഇൻകം. അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത് ഇൻകം അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. ഇൻകം അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഒരു ഉദാഹരണം നോക്കാം, അപ്പം മനസ്സിലാവും. ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട് റെൻറ്റ് റിസീവ്ഡ് 12,000. ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ 12,000 റെൻറ്റ് റിസീവ്ഡ് കാണിച്ചിട്ടുണ്ട്. താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു റെൻറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1,000 പെർ മന്ത്. ഓരോ മാസവും ഉള്ള 1,000 രൂപ 12 മാസത്തേക്ക് വേണ്ടി 12,000 രൂപ ഒന്നിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ 9 മാസം മാത്രമേ ഈ ഒരു കറണ്ട് ഇയറിൽ വരുന്നുള്ളൂ. ബാക്കി 3 മാസത്തേത് കമ്മിങ് ഇയറിൽ വരുന്നതാണ്, തൊട്ടടുത്ത വർഷത്തേക്ക് വരുന്നതാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ ബൈ റെൻറ്റ് റിസീവ്ഡ് 12,000 കാണിക്കണം, ലെസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇവിടെ 3,000 രൂപയാണ് അഡ്വാൻസ് ആയിട്ട് അടുത്ത വർഷത്തേക്കുള്ളത് കൂടി കിട്ടിയത്. അത് കുറച്ച് ബാക്കി 9,000 രൂപ മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാവൂ. അതുപോലെ ബാലൻസ് ഷീറ്റിലും ഇതൊരു 3,000 രൂപ അധികം കിട്ടിയതാണ്, അത് ലയബിലിറ്റിയാണ്. ഈ 3,000 രൂപ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം അല്ലെങ്കിൽ അൺഎക്സ്പെയർഡ് ഇൻകം. അടുത്തത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലപ്പഴക്കം കൊണ്ടുള്ള തേയ്മാനം, ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട ടേമാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിലുള്ള കുറവാണ്, അത് ബിസിനസ്സിൻ്റെ നഷ്ടമാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ ബാലൻസ് ഷീറ്റിൽ ആ ഒരു കറസ്പോണ്ടിങ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയാണ് കാണിക്കേണ്ടത്. അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു മെഷീനറി അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു മെഷീനറി അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ഏതാണോ വരുന്നത് അത്. ഫോർ എക്സാമ്പിൾ, ദ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് 1 lakh ആൻഡ് ഈസ് റിക്വയർഡ് ടു കീപ്പ് 10% ഡിപ്രീസിയേഷൻ. ഇറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ 1 lakh ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ, അതിൻ്റെ 10% ഡിപ്രീസിയേഷൻ വരുന്നുണ്ട് ഒരു വർഷത്തേക്ക്. 1 lakhൻ്റെ 10% 10,000 വരും. ഈ 10,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakh ലെസ് ഡിപ്രീസിയേഷൻ 10,000 90,000 ആണ് എമൗണ്ട് വരിക. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഈസ് കോൾഡ് ഡിപ്രീസിയേഷൻ. ഒരു അസറ്റിൻ്റെ വാല്യൂവിലുള്ള കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ആ ഒരു അസറ്റിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി എമൗണ്ടാണ് കാണിക്കേണ്ടത്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമുക്കറിയാം ലയബിലിറ്റിയാണ്. ക്യാപിറ്റലിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത് ബിസിനസ് യൂണിറ്റ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ് എന്നാണ്. അതുകൊണ്ടാണ്
ക്യാപിറ്റലിനെ ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ്? എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് ആണ് ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്താണ്? ക്യാപിറ്റലിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് ബിസിനസ്സിന് എന്താണ്? ഗെയിൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് എ ഗെയിൻ ഓർ ഇൻകം ഓഫ് ദ ബിസിനസ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. When the owner withdraws the amount from his business, his capital will be reduced to that extent along with the interest on drawings. അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. അഡ്ജസ്റ്റിംഗ് എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്കാണ്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇത് വരേണ്ടത്, കാരണം ഇത് ഇൻകമാണ്. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് ബാക്കി ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അക്കൗണ്ടൻസിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്